അനുമോൾക്ക് ഉപദേശം കൊടുത്തു ബിഗ് ബോസ്. കൂടുതൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് ഇറങ്ങി. ഇന്നലെ അനുമോൾ ഭയങ്കര സാഡായിട്ടാണ് പറയുന്നത്. അപ്പോൾ ബിഗ് ബോസ് വിളിച്ചിട്ട് അനുമോൾ എന്ത് പറ്റി, എന്താണ് മൂഡ് ഓഫ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം കുറേ നേരമായിട്ട് ഇവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസിൻ്റെ അടുത്ത് അനുമോൾ കരയും സംസാരിക്കുകയെല്ലാം ചെയ്തു. അതിൽ പറയുന്നുണ്ട്, ഞാൻ കൂടപ്പുറപ്പിനെ പോലെ അത് പറയുന്നതിന് മുന്നേ ഒരു കാര്യം, ബിഗ് ബോസ് ഞാൻ ഇവിടെ നിൽക്കുന്നത് PR വർക്കാണ്, എല്ലാം അറിയുന്നതാണ്, ഞങ്ങളുടെ എല്ലാ തെറ്റുകളും എല്ലാം മനസ്സിലാക്കുന്ന ബിഗ് ബോസ് പറ, ഞാനിവിടെ നിൽക്കുന്ന PR വർക്ക് കൊണ്ടാണോ എന്ന് ചോദിക്കുമ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട്, അല്ല, പ്രേക്ഷകർ പിന്തുണ കൊണ്ട് മാത്രമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ പറയുന്നുണ്ട്, അതിലെന്ന് എൻ്റെ പെങ്ങന്മാരെ, എൻ്റെ സഹോദരികളെ പോലെ ഞാൻ കണ്ടുവരുന്നത്, അവർ വരെ PR എന്ന് പറയുമ്പോൾ എനിക്ക് വല്ലാത്തത് എന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട്. അപ്പം ബിഗ് ബോസ് പറയുന്നുണ്ട്, ഇതിപ്പം ലാസ്റ്റ് ഇതാണ്, നന്നായി ഗെയിം കളിക്കുക എന്നൊക്കെ പറഞ്ഞ് നല്ലപോലെ ഉപദേശം കൊടുക്കുന്നുണ്ട്. അത് ബിഗ് ബോസ് സത്യം പറഞ്ഞാൽ ആ സമയത്ത് അനുമോൾക്ക് കൊടുത്തത് ഇതാണ്. പിന്നെ അനുമോളുടെ കുറച്ച് മാറി, അനുമോൾ കുറച്ച് ചേഞ്ച് ഒക്കെ ആയി. പിന്നെ അവിടെ എവിടെയൊക്കെ പോയി എല്ലാവരും വർത്താനം പറയും, കുറച്ച് ഇതായി. എന്നാലും റിക്കവർ ആയിട്ടില്ല. എന്നിരുന്നാലും കുറച്ചൊക്കെ അനുമോൾ മാറ്റം വന്നില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഈ PR വർക്ക് കൊണ്ടൊന്നും അവിടെ നിൽക്കാൻ പറ്റില്ല. PR വർക്ക് കൊണ്ട് ഒരു PR വെച്ചിപ്പോൾ ഞാൻ പറയട്ടെ, ഓരോ വോട്ട് ചെയ്ത് കള്ള വോട്ട് ചെയ്താലും ഇവർക്ക് എത്ര അക്കൗണ്ട് വേണം വോട്ട് ചെയ്യണം, ലക്ഷക്കണക്കിന് ആൾക്കാർ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഓരോ അക്കൗണ്ട് എടുത്തവർക്ക് വേറെ ഒരു ദിവസം വേറെ വോട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ എങ്ങനെ PR വെച്ച് ഇങ്ങനെ നിൽക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത്. പിന്നെ മറ്റുള്ള മത്സരാർത്ഥികൾക്കെതിരെ പോസ്റ്റുകളും വീഴുക, അതൊക്കെയാണ് PR ഉദ്ദേശിക്കുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. പല ആളുകളിലും വിചാരം അനുമോൾ PR കൊടുത്ത് 16 ലക്ഷത്തിൻ്റെ ഒന്നുമല്ല. അനുമോൾക്ക് PR കൊടുക്കേണ്ട ആവശ്യമില്ല സത്യം പറഞ്ഞാൽ. അവർക്ക് ഓൾറെഡി സ്റ്റാർ മാജിക്കിലൂടെ ഫേമസ് ആയ ഒരാളാണ്. സ്റ്റാർ മാജിക്ക് വരുന്നതിന് മുന്നേ അനുമോൾ അത്ര ഇതല്ലായിരുന്നു. പക്ഷെ സ്റ്റാർ മാജിക്ക് വന്നതിന് ശേഷം അനുമോൾക്ക് ഭയങ്കരമായിട്ട് ഇതുണ്ട്. അത് പല സ്റ്റാർ മാജിക്കിലുണ്ടായിരുന്നവർ തന്നെ പറയുന്നുണ്ട്. പക്ഷെ ഇപ്പം അനുമോളെ ആളുകൾക്ക് കൂടുതൽ അറിയാം. അനുമോൾ അനുക്കുട്ടി എന്ന ഒരു ഇത് വന്ന് സ്റ്റാർ മാജിക്കിലൂടെ തന്നെയാണ്. ആ ഒരു ഇതിൽ ഒരുപാട് നിരവധി പ്രേക്ഷക പിന്തുണ ഉണ്ട്. അത് തന്നെയാണ് ബിഗ് ബോസ് എന്നാണ് പറഞ്ഞത്. പ്രേക്ഷകരുടെ പിന്തുണ ഉള്ളതുകൊണ്ട് മാത്രമാണ് അനുമോൾ ഇവിടെ നിൽക്കുന്നത്, അല്ലാതെ PR വർക്ക് അല്ലെന്ന് ബിഗ് ബോസ് ഇന്നലെ അറിയിച്ചിട്ടുണ്ട് അനുമോൾ. പക്ഷെ നമ്മളെ ഒരു കാര്യം മനസ്സിലാക്കുക, അവിടെ കഷ്ടപ്പെട്ടും അവിടെ എത്രയും യാതനകൾ നേടും പ്രേക്ഷകരുടെ പിന്തുണ കൂടുകയുള്ളൂ, അല്ലാതെ അത് കുറയത്തില്ല. ഇവർ ഇത്ര ഊളകളാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സത്യം പറഞ്ഞാൽ വെറും മണ്ടന്മാരാണ് അവിടെ നിൽക്കുന്നവർ. ഒരാളെ എല്ലാവരും കൂടി ആക്രമിക്കുക, എന്നിട്ട് ഇവരെല്ലാം പറയുന്നതെല്ലാം ഭേദവാക്കുകൾ, ഇവരെല്ലാം പറയുന്നത് സത്യം എന്നും പറഞ്ഞ്, അയ്യോ ഈ പ്രേക്ഷകർ മണ്ടന്മാരൊന്നുമല്ല, പ്രേക്ഷകരെല്ലാം PR ആണ്. ഇപ്പം അനുമോൾക്ക് വോട്ട് കൂടി, ഏറ്റവും കൂടുതൽ വോട്ട് അനുമോൾക്ക് തന്നെയാണ്. അത് കഴിഞ്ഞ് അനീഷിനാണ്, അത് കഴിഞ്ഞ് ഷാനവാസിനാണ്. ചിലപ്പോൾ ഇവർ 3 പേരും മാറിയും തിരിച്ചുമൊക്കെ ഇരിക്കും. ഇവരാരെങ്കിലും ഒരാൾ ഫൈനലിൽ വരും, കപ്പടിക്കും. ഇവർ 3 പേരും ഫൈനലിൽ വരും, അത് ഉറപ്പാണ്, കപ്പടിക്കുകയും ചെയ്യും. അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോയിലേക്ക് ഷെയർ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ്. താങ്ക് യു.